ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അതിരടിയുടെ സെക്കൻഡ് സിംഗിൾ വന്നിട്ടുണ്ട്. ബേസിൽ ജോസഫ്, ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്, ടൊവിനോ തോമസ്, പിന്നെ എല്ലാവരും ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഡെലുലോ, റിയ ഷിബു, IYK. ഓഹോ, കൊള്ളാം. അതിരടി, ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, റിയ ഷിബു, വിഷ്ണു വിജയൻ, ഫെജോ, പൂർണിമ കണ്ണൻ, ഇവരാണ് ഇത് പാടിയിട്ടുള്ളത്. ഫെജോയും പൂർണിമ കണ്ണനും ആയിരിക്കും. എന്തായാലും 3 മിനിറ്റ് 13 സെക്കൻഡാണ്. ഉറപ്പായിട്ടും സരിഗമ കാർവാൻ, സരിഗമ മലയാളം കോപ്പിറൈറ്റ് കിട്ടും. സോ മസ്റ്റായിട്ടും ഒന്ന് ഹൈപ്പ് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊരു കമന്റ് ഇടുക, ഒന്ന് ലൈക്ക് ചെയ്യുക. കഷ്ടപ്പെട്ടിരുന്നതാണ്. സോ പ്ലീസ്, ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് വളരെ പറ്റുള്ളൂ. റെഡി. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ. ആയിക്കോട്ടെ, സരിഗമ കാർവ, അച്ഛനമ്മക്ക്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് ആൻഡ് ഡോക്ടർ അനന്തു പ്രസൻസ്. ഇഫ് യു നോ യു നോ യു നോ. മിഴിച്ചാന്തൊഴിച്ചേ കുഴച്ചേ ആൻസി ചിരി കൊണ്ടു നനച്ചേ ഉറച്ചേ മനസ്സേൽ ഉറച്ചൊരു ഗണയടി അനുരാഗ വരി വരികളൊക്കെ ഫുൾ ജെൻസി സാധനങ്ങളാണ്. Okay, all of you, welcome to the campus. See, നിങ്ങളെല്ലാവരും എഞ്ചിനീയറിംഗ് അത് ലക്ഷ്മി, മറ്റത് തൻവി, അത് എലിസബത്ത്, ഞാൻ പ്രശാന്ത്, പരശു എന്ന് വിളിക്കും. ഞാൻ സാംകുട്ടി, സാംബോ എന്ന് വിളിക്കും. സാംപോയി. ആ കുട്ടിയുടെ പേരെന്താ? എലിസബത്ത്. എലിസബത്ത് ഉണ്ടാക്കി പുറത്ത്. സ്വാതി ആർക്കൃഷ്ണ. അരമണി നേരം നീയും എന്റെ കൂടെ വന്നിരി സുന്ദരി പിന്നിരിയേ സോമനി ആശയേറി ജെറ്റ് മേലെ സെറ്റിനി ടെൽമി പ്രതിവിധി നിഞ്ചിരി ചെവികളിൽ പാട്ടുകളായ ക്യൂട്ടുകളായ മൈഡൂഡിലിയേ ഞാൻ ടോട്ടലിയേ അൺയൂഷ്വലിയേ ഫോളിങ് ഫോർ യു അഗൈൻ അഗൈൻ. ഒരു മിനിറ്റ്, ഞാനൊന്ന് വാഷ്റൂമിൽ വരാം. പെട്ടെന്നില്ല. അത് വിടിയില്ലെങ്കിൽ അപ്പുറത്തെ ലാബിലുണ്ടാവും. ഈ മുറക്കാമി എന്താ നോർവീജിയൻ വുഡ് മുറക്കാമി അല്ല, ലിവൈസ് ഒറിജിനൽ. നല്ല ടീഷർട്ട്. മുറഗാമി, ഇതാ അവള് പറഞ്ഞു. A sapiosexual is someone who feels attracted to people because of their intelligence. Steve Jobs, Mark Zuckerberg, Alan. GS പ്രദീപ്, ശശി തരൂർ, മൈത്രേയൻ. അപ്പൊ ഈ ഓസം ലുക്ക് മാത്രം പോരല്ലേ? Look, book. മിഴിച്ചാന്തൊഴിച്ചേ കുഴച്ചേ ആൻസി ചിരി കൊണ്ട് നനച്ചേ ഉറച്ചേ മനസ്സേൽ ഉറച്ചൊരു ഗണയടി അനുരാഗ. സോറി. സിഗുമാവാ എനിക്കുമാവാ നൈസ്. അതിരടി. ഓ, എത്ര ഭാഷയില? 4 5 കമ്മിങ് സൂൺ. വി ആർ വെയിറ്റിംഗ്. നല്ല പാട്ട് നല്ല രസമുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. അത് ഭയങ്കര അങ്ങനെ നമ്മൾ ആസ്വദിച്ച അങ്ങനത്തെ പാട്ടല്ല. ഒരു പുതിയ കുറേ വേർഡ്സും സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല മ്യൂസിക്കും. ആ തേടി നടന്നൊരു തേനീച്ച ആ സാധനം മിക്കവാറും റീൽസ് കളിക്കാൻ സാധ്യതയുള്ള സാധനം കൂടിയാണ്. ആ സാധനം ഇട്ടിട്ട് ഇങ്ങനെ പിറകെ കിടക്കുന്ന സാധനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് സാധനം വരാൻ ചാൻസ് ഉണ്ട്. ഐ തിങ്ക് പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. ആൻഡ് ഞാൻ വരികളേക്കാൾ കൂടുതൽ അതിലുള്ള ബേസിലിന്റെ ആ കാട്ടിക്കുട്ടലുകൾ, റിയ ഷിബുവിന്റെ ചില സംഭവങ്ങൾ, കൂടുതൽ ആളുകളുടെ സംഭവങ്ങൾ, ഇതൊക്കെയാണ് തോന്നിയത്. ആൻഡ് പടം ഓഫ്കോഴ്സ് പുള്ളിന്റെ ആ ഒരു നല്ല അച്ചാംനെസ്സും കോമഡി സാധനങ്ങളും മാനറിസം എല്ലാം ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ആൻഡ് കളി മറന്നത് ഓഫ്കോഴ്സ് അത് ടൊവിനോ തോമസ് വരുമ്പോഴായിരിക്കും. എന്നിട്ട് ഇവർ തമ്മിലുള്ള ആ ഒരു പരിപാടി എങ്ങനെ കണ്ടിരണം. ആൻഡ് ജസ്റ്റ് നമ്മൾ വെറുതെ ഇത് കഴിയുമ്പോൾ ജസ്റ്റ് കമന്റ് വരുമ്പോൾ തന്നെ റിയ ഷിബു ഫാൻസ് അസംബിൾ ഹിയർ എന്നൊക്കെ പറഞ്ഞാൽ കാണുന്നത്.
റിയ ഷിബു ഒരൊറ്റ സിനിമ കൊണ്ട് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നടിയാണ്. പുള്ളിക്കാരുടെ ഈ പെർഫോമൻസും എങ്ങനെ ഉണ്ടാവും അറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ സിനിമയിൽ ആ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണോ അതല്ല പുള്ളിക്കാരി ഏത് ക്യാരക്ടർ കിട്ടിയാലും ഇത്ര വളരെ മനോഹരമായിട്ട് ചെയ്യുകയോ ഇല്ല എന്നുള്ളത്. ബട്ട് നമ്മളവരെ കമ്പയർ ചെയ്യുമൊന്നുമില്ല. ഷീസ് വളരെ നല്ല ആക്ട്രസ് ആണ്. ആ സിനിമയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ പറയണത് ഒരു ഫാൻ ബേസ് ഉണ്ടാവേണ്ട ഒരു കാരണം ആ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഇതിലും എത്രമാത്രം മനോഹരമായിട്ട് വരും, അവരവരുടെ കഴിവ് എത്രമാത്രം പുറത്തെടുക്കും, ഇത് എത്ര ആപ്റ്റാണ് പുള്ളിക്കാരിക്ക് എന്നുള്ളതൊക്കെ ആ സിനിമ കണ്ടറിയാനുള്ളൊരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ട്. ഒരു സിനിമ കൊണ്ട് അത്തരത്തിൽ പ്രേക്ഷകരുടെ ഉള്ളിൽ ആകാംക്ഷ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ എങ്ങനെ പറയാ, നല്ലൊരു കാര്യമാണ് അവർ അച്ചീവ് ചെയ്തത്. അത് നല്ലത്. എന്തായാലും പാട്ട് ഇഷ്ടമായിട്ടുണ്ട്. നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രസമുള്ള ഒരു പാട്ട്. ഈ പറഞ്ഞ പോലെ റീൽസിൽ വരുള്ളൂ എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും മറക്കാൻ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ബേസിലെ കഥാപാത്രം റിയയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എത്രമാത്രം വർക്കൗട്ട് ആവും എന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ.